പെറുവിലെ ലിമ സ്റ്റേഡിയം. വൻകരയിലെ ബദ്ധവരികളായ അർജന്റീനയും ബ്രസീലും തമ്മിൽ കോപ്പ ഫൈനലിൽ ഉജ്ജ്വലമായ പോരാട്ടം നടക്കുന്നു. പെനൽറ്റിയിലൂടെ മത്സരത്തിൻ്റെ 20-ാം മിനിറ്റിൽ തന്നെ അർജന്റീന മുന്നിലെത്തിയതാണ്. പക്ഷേ സന്തോഷമധികം നീണ്ടില്ല. ലൂയിസാവയിലൂടെ 45-ാം മിനിറ്റിൽ ബ്രസീൽ തിരിച്ചടിച്ചു. മത്സരം സമനിലയിലാകുമെന്ന നിലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കളി അർജന്റീനയുടെ നിയന്ത്രണത്തിലാണ്. ബ്രസീലിന് പ്രത്യാക്രമണങ്ങൾക്ക് പോലും സാധിക്കുന്നില്ല. 87-ാം മിനിറ്റിൽ ബ്രസീലിൻ്റെ ഹൃദയത്തിലേക്ക് കഠാര കുത്തിയിറക്കിയതുപോൽ ഒരു ഗോൾ കൂടി വന്നു വീണു. ബ്രസീൽ ഗോൾ കീപ്പർ ജൂലിയോ സെസാറിനെ എത്തിപ്പിടിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു ആ ഷോട്ട്. അർജന്റീനക്കായി ഗോളടിച്ച സെസാർ ഡെൽഗാഡെ ജേഴ്സി ഉയർത്തി മൈതാനത്തിലൂടെ ആർത്തലച്ചോടി. ഗാലറികളിൽ അർജന്റീൻ പതാകകൾ പാറിപ്പറന്ന നേരം. മുഖത്ത് ചായക്കൂട്ടുകൾ പൂശിയെത്തിയ അർജന്റീന ആരാധകർ മുഖത്തോട് മുഖം നോക്കി സന്തോഷം പങ്കിട്ടു. ഗോൾ കൂടി വീണതോടെ ബ്രസീലിന് താളമാകെ നഷ്ടമായി. തോൽവിയിലേക്കെന്ന ഫ്രസ്ട്രേഷനിൽ നിറഞ്ഞു കളിച്ചിരുന്ന കാർലോസ് ടെവസിനെ ഫൗൾ ചെയ്ത് ഉള്ള സമയം ബ്രസീൽ കളഞ്ഞുകുളിച്ചു. ഫൗളിനെ ചോദ്യം ചെയ്ത അർജന്റീൻ താരങ്ങളുമെത്തിയതോടെ കയ്യാങ്കളിയായത് മാറി. സന്തോഷമെല്ലാം അർജന്റീനയുടെ മുഖത്തായിരുന്നു. കാരണം മത്സരം 90 മിനിറ്റും 2 മിനിറ്റും പിന്നിട്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രം അതിജീവിച്ചാൽ പിന്നെ ആഘോഷമാണ്. 11 വർഷങ്ങൾക്ക് ശേഷം ഇതാ കോപ്പ അമേരിക്കയിൽ മുത്തമിടാൻ പോകുന്നു. അതും കോപ്പയ്ക്ക് തൊട്ടു മുന്നേ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ നാണം കെടുത്തിയ ബ്രസീലിനെ തന്നെ തോൽപ്പിച്ച്. അലതല്ലുന്ന സന്തോഷം അവരടക്കി പിടിച്ചു. ബ്രസീൽ ആരാധകരാകട്ടെ തോൽവി എന്ന സത്യത്തോട് പൊരുത്തപ്പെട്ടു വരികയായിരുന്നു. റഫറിയുടെ തലച്ചോറിൽ അവസാനത്തെ വിസിലിനുള്ള ചിന്തകൾ മുളപൊട്ടി തുടങ്ങി. അന്നേരമാണ് അർജന്റീന ബോക്സിലേക്ക് അവസാനത്തെ ശ്രമമെന്നോളം ബ്രസീൽ ക്രോസ് തീർക്കുന്നത്. നിലത്ത് തട്ടിയുയർന്ന പന്തിനെ പ്രതിരോധിക്കുന്നതിൽ അർജന്റീൻ ഡിഫൻഡർമാർ പരാജയപ്പെട്ടു. അവിടെ നീലക്കുപ്പായക്കാർക്കിടയിൽ ഒരാൾ അവസരം പാത്തിരിക്കുന്നുണ്ടായിരുന്നു. അഡ്രിയാനോ ലൈത്തെ റിബേറോ. പുല്ലിനെ ചുംബിച്ചുണർന്ന പന്തിനെ ശ്രദ്ധാപൂർവം കാലിൽ കോരിയെടുത്ത് വെട്ടിത്തിരിഞ്ഞൊരു ബുള്ളറ്റ് ഷോട്ട്. അർജന്റീനയെ സ്വപ്നങ്ങളുടെ ഉയരങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കിയ ഗോൾ. ഫുട്ബോളിൽ അവസാനത്തെ വിസിലും തീരുന്നതുവരെ ജാഗരൂകരായിരിക്കണമെന്ന പാഠം അർജന്റീന മറന്നു. ഏത് സമയവും അത്ഭുതപ്പിറവികൾക്ക് സാധ്യമാകുന്ന ബ്രസീലാണ് അപ്പുറത്തുള്ളതെന്ന് മറന്നതിനുള്ള വലിയ ശിക്ഷയായിരുന്നത്. ഗോളിൽ ബ്രസീലുകാർ മതിമറന്ന് ആഘോഷിച്ചു. മൈതാനത്ത് ഇരു ടീമുകളും തമ്മിൽ വീണ്ടും ഉരസി. മത്സരം ഷൂട്ടൌട്ടിലേക്ക് പോയ നേരമേ അർജന്റീന പരാജയം ഉറപ്പിച്ചിരുന്നു. ഗോൺസാലസിന്റെ ആദ്യ കിക്കിന് മുന്നിൽ ജൂലിയോ സെസാർ വട്ടമിട്ട് നിന്നു. രണ്ടാം കിക്കെടുത്ത ഗബ്രിയേൽ ഹെയ്ൻസിന്റെ കിക്ക് ബാറിന് മുകളിലൂടെ പോയത് ഗാലറിയിലേക്കാണ്. ബ്രസീൽ താരങ്ങൾ അസാധ്യമായ ആത്മവിശ്വാസത്താൽ കിക്കെടുത്തപ്പോൾ അർജന്റീന പരാജയത്തിന്റെ കയങ്ങളിലേക്ക് പതിയെ നടന്നുപോയി. ചാലിയാർ മുതൽ ആമസോൺ തീരങ്ങൾ വരെ നീളുന്ന ബ്രസീൽ ആരാധകരെല്ലാം വിജയത്തിൽ മതിമറന്നാഘോഷിച്ചു. ബ്രസീൽ ആരാധകർക്കിടയിൽ അഡ്രിയാനോ എന്ന പുതിയ താരോദയമുണ്ടായി. ഫ്ലെക്സ് ബോർഡുകളിൽ അഡ്രിയാനോ എന്ന പുതിയൊരു ബിംബം കൂടി കുടിയിരുത്തപ്പെട്ടു. പട്ടാഭിഷേകം നടത്തിയ 2002 ലോകകപ്പിനും 2006 ലോകകപ്പിലേക്കുള്ള ഒരുക്കത്തിനിടയിലുള്ള ബ്രസീലിലെ മഞ്ഞുകാലത്തായിരുന്നു ആ ടൂർണമെന്റിന് അരങ്ങുണർന്നത്. ബ്രസീൽ ഫുട്ബോളിലത് കാർലോസ് ആൽബർട്ടോ പെരേരയുടെ കാലമാണ്. ടീം പ്രഖ്യാപനത്തിന് മുമ്പേ പെരേര ഇക്കുറി കോപ്പ അമേരിക്കക്ക് യുവതാരങ്ങളെ മാത്രമേ അയക്കൂവെന്ന് തീർത്തു പറഞ്ഞിരുന്നു. റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ, റോബർട്ടോ കാർലോസ്, കഫു. 2002 ലോകത്തെ സാമ്പാതാളത്തിൽ മുക്കിയ ബ്രസീലിയൻ താരങ്ങളൊന്നുമില്ലാതെയാണ് ടീം പ്രഖ്യാപിച്ചത്. ബ്രസീൽ എന്ന പേര് കേട്ടാൽ തന്നെ മനസ്സിൽ ഓടിയെത്തുന്ന പേരുകളൊന്നുമില്ലാത്ത ടീം പ്രഖ്യാപനം ഇങ്ങ് കേരളത്തിലുള്ള ഫുട്ബോൾ ആരാധകരുടെ വരെ മുഖം കറുപ്പിച്ചിരുന്നുവെങ്കിലും അവസാനം അവർ നിറഞ്ഞു ചിരിച്ചു. 30 പിന്നിട്ട ഒരു താരം പോലും ടീമിലില്ലാതെ അവർ വൻകരയുടെ രാജാവായി. റോബർട്ടോ അയാളെയും ഹാവിയർ സനേറ്റിയും പാബ്ലോ സോറിനും അടക്കമുള്ള വൻ തോക്കുകളെല്ലാം അണിനിരന്ന അർജന്റീന മാർസലോ ബിയൽസയുടെ തന്ത്രങ്ങളിൽ സുന്ദരമായ ഫുട്ബോൾ കളിച്ചെങ്കിലും കരഞ്ഞു മടങ്ങി. കാർലോസ് ടെവസ് അർജന്റീൻ നിരയിൽ പുതുപ്രതീക്ഷയായി ഉയർന്നതായിരുന്നു അവരുടെ ഏക സന്തോഷം. റൊണാൾഡോയുടെ പരിക്കുകളിൽ വലഞ്ഞിരുന്ന ബ്രസീലിനെ കൂടെ വെക്കാൻ അഡ്രിയാനോ എന്ന ഉഗ്രൻ സ്ട്രൈക്കറെയും കിട്ടി. ഒരാളും 3 ഗോളിനപ്പുറം നേടാത്ത ടൂർണമെന്റിൽ 7 ഗോളാണ് അഡ്രിയാനോ അടിച്ചുകൂട്ടിയത്. സ്വർഗത്തിൽ നിന്നും വന്നു വീണ സമ്മാനമായിരുന്നു ആ പന്തെന്നാണ് അഡ്രിയാനോ പിന്നീട് ഇതിനെ ഓർത്തെടുത്തത്.